അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീസ് ടോക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മാങ്ങ ഉപ്പിലിടാൻ പോകണം. നമ്മൾ ബീച്ചിലൊക്കെ കിട്ടുന്ന മാങ്ങയില്ലേ, ആ മാങ്ങയാണ് ഉപ്പിലിടാൻ പോണേ. അപ്പോൾ ഇതിന് ഞാൻ ആദ്യമായിട്ട് എന്താ മാങ്ങ ഉപ്പിലിടാനൊക്കെ പോണേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കഴുകി ഞാൻ രണ്ട് മാങ്ങ രണ്ട് സ്റ്റൈലിലാണ് മുറിക്കണേ. അപ്പം ആദ്യത്തെ മാങ്ങ ഞാൻ എടുത്തിട്ട് നാല് ഭാഗത്തും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയാം, ചെയ്യുന്നില്ല, ഞാൻ ചെറുതാക്കി അരിയണത്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, എൻ്റെ ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ ഇതൊക്കെ അരിയണത്. ഇന്ന ഷേപ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് അരിഞ്ഞ് തീർക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്താണാവും, മാങ്ങ അധികം അരിയാത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല എന്താ പറയുക, നല്ല കട്ടിയുണ്ടായിരുന്നു മാങ്ങയ്ക്ക്. അത് കാരണം ബെല്ലൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചിട്ടാണ് ഇതൊക്കെ സെറ്റാക്കി. അപ്പം നമ്മൾ മാങ്ങൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അടുത്ത തെറ്റാണ് എൻ്റെ സ്റ്റൈലിൽ വെട്ടെന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാൻ ആദ്യത്തെ സ്റ്റൈലിൽ വെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ചുകൂടി കംഫർട്ടായിട്ട് എൻ്റെ സ്റ്റൈലിൽ തന്നെ വെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെയാട്ടോ ഞാൻ സാധാരണ എല്ലാവരും കണ്ടിരിക്കുന്നത് എല്ലാവരും ഓപ്പോസിറ്റാണ്. ഞാൻ ആദ്യം ചെയ്ത പോലെ ആണ് എല്ലാവരും ഇങ്ങനെ അരിയണം കണ്ടേക്കണേ. പക്ഷെ ഞാനിങ്ങനെ അരിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നി. ഇങ്ങനെ അരിഞ്ഞപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞതും. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, പെട്ടെന്ന് അതും കൂടി ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി ഒരു ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി. പിന്നെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാനെടുത്ത എന്താ പറയുക, ആദ്യത്തെ മാങ്ങ ഒന്നൊരു അത്യാവശ്യം നല്ലൊരു പച്ചയായിരുന്നു. പക്ഷേ രണ്ടാമത്തെ എടുത്ത മാങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് ചെനച്ചതായിരുന്നു. മീൻസ് എന്നിട്ട് പറയാം, കുറച്ച് പഴുത്തതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, മുളക് എടുത്തിട്ടുണ്ട്. സത്യം പറയുക, മുളക് അരിയാൻ ഭയങ്കര എന്താ പറയുക, പേടിയെന്നല്ല, ഒരു ഇതാണ്. കാരണം ഞാൻ മുളക് എപ്പോഴൊക്കെ തൊട്ടിട്ടുണ്ടോ അപ്പൊക്കെ ഞാൻ പിന്നെ മുളക് എരിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ കൈ എന്ത് ചെയ്യും, വെള്ളത്തിൽ മുക്കി വെക്കലാണ് എൻ്റെ പണി. എൻ്റെ കൈ നന്നായിട്ട് എരിയാറുണ്ട്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ മുളക് കഴിഞ്ഞെടുത്തു. അതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്ത്, നമ്മൾ അരിഞ്ഞ് വെച്ച മുളകും കൂടിയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പും കല്ലാണ്. എനിക്കിപ്പോൾ ഉപ്പ് പൊടിച്ചത് ഇടുന്നതിനെക്കാട്ടി നല്ലത് കുറച്ചും കൂടി ഉപ്പും കല്ല് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ആ ഉപ്പും കല്ല് അലിഞ്ഞ് സെറ്റായി വരുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പ് പിടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വിനാഗിരിയും ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മാങ്ങയുടെ തൊലി കളഞ്ഞിട്ടാണ് ഇട്ടേക്കണം. തൊലി കളഞ്ഞിട്ടേക്കണം കാരണം ഒന്ന് പെട്ടെന്ന് ഉപ്പ് പിടിക്കാനായിട്ടാണ്. തൊലി കളഞ്ഞിടുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം എന്താ ചെയ്യുക, മൂടി എടുത്ത് വെക്കാം. അത്രയ്ക്കുള്ളൂ. ഞാൻ ഇതിട്ട് അപ്പക്കനും 2-3 എണ്ണെടുത്ത് കഴിച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മാങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും മിക്കതും. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഒരു ഉപ്പിലിട്ട മാങ്ങയുടെ കഥ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.